നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്ന സ്റ്റോറി എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വിഷയമാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ 43 വർഷമായി സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലെ എനിക്ക് സന്തോഷം പകരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ഒരു മീഡിയയ്ക്കും അഭിമുഖം കൊടുക്കാത്ത ഒരാളാണ്. മലയാള സിനിമാക്കാരെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഓതുന്നതിനും പറക്കുന്നതിനും ഒക്കെ അഭിമുഖം കൊടുക്കുന്ന ആൾക്കാരാണല്ലോ സിനിമാക്കാർ. പക്ഷേ 43 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരു മീഡിയയ്ക്കും ഒരു അഭിമുഖം കൊടുക്കാത്ത ഒരാൾ മലയാള സിനിമയിലുണ്ട്. ആ വലിയ മഹത് വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ജോഷി സാറിനെ കുറിച്ച്. ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ജോഷി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ചാനലിൽ ജോഷി സാറിൻ്റെ ഒരു അഭിമുഖം ഇന്നുവരെ വന്നിട്ടില്ല. കാരണം സിനിമ ചെയ്യുക, സിനിമ കാണുക, സിനിമയെപ്പറ്റി ചിന്തിക്കുക എന്നതിനപ്പുറം വേറെ ഒരു ചിന്തയുമില്ലാത്ത, സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വലിയ കലാകാരനാണ് ജോഷി സാർ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിമുഖമോ ഒന്നും വരാത്തതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ജോഷി സാറിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യണം, ഞങ്ങൾക്ക് ജോഷി സാറിനെ കുറിച്ച് ഡീറ്റെയിലുകളൊന്നും അറിയില്ല, നമ്മൾ ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം ജോഷി സാറിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതൊക്കെ ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഞാൻ ഏതെങ്കിലും സിനിമാ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ജോഷി സാർ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഓടി ജോഷി സാറിൻ്റെ അടുത്ത് ചെല്ലും. അതെന്തിനെന്ന് ചോദിച്ചാൽ, എന്നെ കണ്ട മാത്രമല്ല അദ്ദേഹം ചോദിക്കും, നീ എപ്പോൾ വന്നടാ, നീ എപ്പോൾ വന്നടാ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി അടുത്ത് ചെല്ലും എപ്പോഴും. അതുപോലെ തന്നെ കണ്ടാൽ ഉടനെ തന്നെ ആ വലിയ വീതിയുള്ള കൈ ഇങ്ങനെ നീട്ടും. ആ കയ്യിൽ ഇങ്ങനെ 2 കൈ കൊണ്ടേ ഞാൻ പിടിക്കുകയുള്ളൂ. ഒരു കൈ കൊണ്ട് ഇന്ന് വരെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടില്ല. 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കും ഞാൻ. കൂട്ടിപ്പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രീസറിൽ നമ്മൾ കൈ പിടിച്ചതുപോലെയാണ് തണുപ്പ് സാറിൻ്റെ കൈ, ജോഷി സാറിൻ്റെ കൈ. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് പറക്കാതെ പോയ ജ്യേഷ്ഠ സഹോദരനാണ് ജോഷി സാർ. എനിക്ക് വേണമെങ്കിൽ ജോഷിയേട്ടാന്ന് വിളിക്കാം, അത്രയും സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. പക്ഷേ ഞാനൊരിക്കലും ജോഷിയേട്ടാന്ന് വിളിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എനിക്ക് ജോഷി സാറെന്നേ വിളിക്കാൻ കഴിയും. എനിക്കെന്നല്ല, മലയാള സിനിമയിലെ ബഹുഭൂരിപക്ഷം പേർക്കും ജോഷി സാറിനെ ജോഷി സാറെന്നേ വിളിക്കാൻ കഴിയും. കാരണം മലയാള സിനിമ ആരുടെയെങ്കിലും മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ജോഷി സാർ. അദ്ദേഹം ഒരു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര കൊടി കിട്ടിയവനായാലും ശരി, അറിയാതെ എണീറ്റ് നിന്ന് പോകും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു, ഒരു താരത്തെയും അദ്ദേഹം ആരെയും ഇൻസൾട്ട് ചെയ്യില്ല. പക്ഷേ ഒരു താരത്തെയും അദ്ദേഹം അമിതമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുമല്ല. എടാ മമ്മൂട്ടിയിൽ നിന്ന് എടാ മോഹൻലാൽ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണ് മലയാള സിനിമയിൽ ജോഷി സാർ. അദ്ദേഹത്തിന് മാത്രമുള്ളൊരു സ്വാതന്ത്ര്യമാണ് എടാ പോടാ വിളിക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം 2022 ജോഷി സാറിന് 70 വയസ്സ് തികയും. ഞാനത് പറയുമ്പോൾ ജോഷി സാറിന് ലക്ഷ്യം വരുമെന്ന് എനിക്കറിയില്ല. സാറിനിപ്പോൾ 69 കഴിഞ്ഞു. അപ്പോൾ 70 വയസ്സുകാരനായ മമ്മൂട്ടിയെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മമ്മൂക്കയെ നമ്മൾ ആദരിച്ചു. അടുത്ത വർഷം ജൂണിൽ ജോഷി സാറിന് സപ്തതിയാകും. പക്ഷേ എങ്കിലും പറയട്ടെ, മലയാള സിനിമയുടെ നെടും തൂണുകളിലൊന്നായ, എന്താ പറയുക, പകരം വയ്ക്കാനില്ലാത്ത ഒരു, എന്താ പറയുക, വേണമെങ്കിൽ രമേഷ് സിപ്പിയൊക്കെ പോലെ, നമ്മളെ ഷോയിലേക്ക് എടുത്ത രമേഷ് സിപ്പിയെ പോലെ ഒരു മലയാള സിനിമയുടെ ഒരു വലിയ ഷോമാനാണ് ജോഷി സാർ. അദ്ദേഹത്തെ പോലെ ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ഷോട്ടുകൾ വയ്ക്കുന്ന ഒരു സംവിധായകനെ വേറൊരാളെ പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല പറയാൻ. അതുപോലെ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ പണി പോലും ഇല്ലാത്ത ഒരു സെറ്റാണ് ജോഷി സാറിൻ്റെ എന്ന് പറയാം. കാരണം സ്ക്രിപ്റ്റ് വരച്ച് ക്ലോസ്, മിഡിൽ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ലോങ് ഷോട്ട് എന്നൊന്നും പറഞ്ഞ് ഒന്നും ഡിവൈഡ് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. സ്റ്റോറി ബോർഡും ഇല്ല. എല്ലാം മനസ്സിൽ മാത്രം വിഷ്വൽ സൂക്ഷിക്കുന്ന ഒരു വലിയ കലാകാരനാണ് ജോഷി സാർ. 1978 ടൈഗർ സലീം, 2001 സുരേഷ് ഗോപിയുടെ പാപ്പാനും ജയസൂര്യയുടെ ഇതും വരും. ഇതിൻ്റെ പിന്നാലെ കേൾക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി വയനാടൻ തമ്പാൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു. അതിൻ്റെ പിന്നാലെ വാളയാർ പരമശിവത്തിൻ്റെ 2ാം ഭാഗമാണോ എന്ന് എനിക്കറിയില്ല, സദ്ദാം ശിവൻ എന്ന് പറഞ്ഞ് ദിലീപിനെ നായകനാക്കിക്കൊണ്ട്. വാളയാർ പരമശിവനായിരുന്നല്ലോ ക്യാരക്ടറിൻ്റെ പേര്. അതിപ്പോൾ സദ്ദാം ശിവൻ എന്ന് പറഞ്ഞ് ദിലീപിനെ നായകനാക്കി ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു. ടൈഗർ സലീം നല്ല രസകരമായി പൊളിഞ്ഞൊരു പടമായിരുന്നു. പൊട്ടിപ്പോയി, വിചാരിച്ച പോലെ ഓടിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെറിയ ബജറ്റിലെടുത്ത സിനിമയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും ആ പടം വിചാരിച്ച പോലെ ഓടിയില്ല. ആ പരാജയത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം 1000 വസന്തങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങി. ആ പടം നിലച്ചിരിക്കാതെ ചിത്രീകരണത്തിനിടയിൽ മുടങ്ങി.
1000 വസന്തങ്ങൾ മുടങ്ങിയതിൻ്റെ എന്താ പറയുക മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹം വർക്കലയിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു വർഷത്തോളം വർക്കല വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കൊച്ചിൻ ഹനീഫ വീണ്ടും വരികയും ഇങ്ങനെ നീ വീട്ടിൽ കയറിയിരിക്കേണ്ട ആളല്ല, നീ മദ്രാസിൽ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീണ്ടും ജോഷി സാറിനെ മദ്രാസിലേക്ക് കൊണ്ടുപോകും. ഒപ്പം അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലെ ഫിലിം ഓപ്പറേറ്ററായിരുന്ന ഒരു പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ പ്രഹ്ലാദനും അദ്ദേഹത്തിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി നന്നായി എന്താ പറയുക പണിയെടുത്ത ഒരാളായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സ്നേഹപൂർവ്വം ജോഷി സാർ തന്നെ പറയാറുണ്ട്. അവിടുന്ന് പോയിട്ട് അദ്ദേഹം അടുത്ത് ചെയ്യുന്ന സിനിമ ആരിഫ ഹസൻ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് സബ്ജക്റ്റൊക്കെ കണ്ടെത്തി എല്ലാമായി വരുന്ന ഒരു സമയത്താണ് അതിലേക്ക് സംവിധായകൻ ജോഷിയെ വയ്ക്കാമെന്ന് ജയൻ പറയുന്നത്. ജയൻ പറയുന്നു, ഞാൻ അടിയന്തരമായ ഡേറ്റ് തരാം, പക്ഷേ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് ജോഷി ആയിരിക്കണം. അങ്ങനെ ജയൻ്റെ ഒരു പ്രേരണയാൽ ആരിഫ ഹസൻ മൂർഖൻ എന്ന് പറഞ്ഞ സിനിമ ജോഷി എന്ന് പറഞ്ഞ സംവിധായകനെ ഏൽപ്പിക്കുന്നു. ടൈഗർ സലീം പൊളിഞ്ഞുപോയി, 1000 വസന്തങ്ങൾ നിന്നുപോയി. എന്നിട്ടും ആ നിർമ്മാതാവ് ഏൽപ്പിച്ചത് ജയൻ്റെ കർക്കശമായ നിർബന്ധം കൊണ്ടാണ്. മൂർഖനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തിരുവനന്തപുരം ശക്തി തിയേറ്ററിൽ ഏറ്റവും മുന്നിലിരുന്ന് മൂർഖൻ കണ്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. അതിൽ ജയിൽ ചാടി ഓടുന്ന എന്താ പറയുക ജയൻ ചെയ്ത കഥാപാത്രം, പുറകെ 4-5 പോലീസ് നായ്ക്കൾ, അതിൻ്റെ പുറകെ പോലീസും ജീപ്പും, ആ ജയൻ്റെ ഓട്ടം ചിത്രീകരിച്ചിരിക്കുന്ന ആ ഷോട്ടുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ റിവൈൻഡ് ചെയ്താൽ അതുപോലെ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ പോലീസ് നായ്ക്കളെ ഒരു വലയിൽ കുരുക്കി ഒരു കാറ്റാടി മരത്തിൽ കെട്ടിയിട്ടിട്ട് ഓടിപ്പോവുകയും അവസാനം കൊച്ചിൻ ഹനീഫ വെടിയേറ്റ ശരീരവുമായി കാലുമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ മൂർഖനിലെ ഫ്രെയിം ടു ഫ്രെയിം വേണമെങ്കിൽ ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയും. അത്രയും ചടുലമായി ചിത്രീകരിച്ച സിനിമയായിരുന്നു മൂർഖൻ. ആ മൂർഖൻ സിനിമയെക്കുറിച്ച് ജോഷി സാർ പറയുന്നത് അതിലൊരു ബൈക്ക് ചേസ് ഉണ്ട്. ആ ബൈക്ക് ചേസ് എടുക്കാനായിട്ട് ജോഷി സാർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ജയനോട്, നമുക്കത് ഡൂപ്പിനെ വെച്ച് ചെയ്യാം. പക്ഷേ ഡൂപ്പിനെ അംഗീകരിക്കാത്ത ആളായിരുന്നല്ലോ ജയൻ. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഹതഭാഗ്യവും. ഡൂപ്പിനെ വെച്ച് ചെയ്യാൻ ജയൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ ബൈക്ക് ചേസിൽ ജയൻ ബൈക്കിൽ നിന്ന് വീണു. പക്ഷേ ഇപ്പോൾ ജോഷി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അന്ന് ആ ബൈക്കിൽ നിന്ന് വീണപ്പോൾ ഒരു കാലോ കയ്യോ ഒടിഞ്ഞിരുന്നുവെങ്കിൽ ജയൻ മരിക്കില്ലായിരുന്നു. പക്ഷേ ആ വീഴ്ച വലിയ വീഴ്ചയായില്ല. അതുകൊണ്ട് അദ്ദേഹം തട്ടിക്കുടഞ്ഞെണീറ്റ് ബാക്കി ഭാഗങ്ങൾ അഭിനയിച്ചു. അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജയൻ പിന്നെയും ഒരുപാട് കാലം മലയാള സിനിമയുടെ വീരനായകനായി നിലനിന്നനെ. 10 നാൾ കഴിഞ്ഞ് ഈ ചേസ് ഷൂട്ട് ചെയ്ത് വീണ് അവിടെ നിന്ന് എണീറ്റ് പോയി 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹെലികോപ്റ്ററിൽ തൂങ്ങി ജയൻ അകാലത്തിൽ മരിക്കുന്നത്. ആ ഹെലികോപ്റ്ററിൽ ഷൂട്ട് ചെയ്യാനായിട്ട് മദ്രാസിൽ വരുമ്പോൾ ജോഷി സാറിനെ വിളിച്ചിട്ട് ജയൻ പറഞ്ഞു, എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കാണാനായിട്ട് ആ മൂർഖനൊന്ന് ഏതെങ്കിലും തിയേറ്ററിൽ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ തിയേറ്ററൊക്കെ ബ്ലോക്ക് ചെയ്ത് ജയൻ വന്ന് മൂർഖൻ കാണട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോഴാണ് ജോഷി സാറിൻ്റെ അടുത്തേക്ക് മെസ്സേജ് വരുന്നത്, ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അങ്ങനെ അകാലത്തിൽ മരിച്ച സുഹൃത്തിന്, അല്ലെങ്കിൽ സിനിമയിൽ ഒരു റീ എൻട്രി കൊടുത്ത സുഹൃത്തിൻ്റെ അകാലത്തിലുള്ള വേർപിരിയലിൻ്റെ ദുഃഖവുമായി ആ മൃതദേഹത്തിന് കാവൽ നിന്നത് MG സോമനും ജോഷി സാറുമായിരുന്നു. ജോഷി സാർ പറയുന്നത്, വയനാടൻ തമ്പാൻ അടക്കം ലവ് ഇൻ സിംഗപ്പൂർ അടക്കം ഉള്ള സിനിമകളിൽ അഭിനയിച്ച അതിലെ നായികയായിരുന്ന ലത, MGR ലത എന്ന് പറയുന്ന ലത ജയൻ്റെ ചലനമറ്റ ശരീരം കാണാൻ വന്ന രംഗമാണ് ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നതെന്ന് സ്വകാര്യമായി നമ്മൾ ചോദിച്ചാൽ ജോഷി സാർ പറയും. അതിൻ്റെ ഒരു രഹസ്യം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ജയനും ലതയുമായി ജനുവരിയിൽ കല്യാണം കഴിക്കാനിരുന്നതാണ്. ആ നവംബർ 16 മരിച്ചില്ലായിരുന്നെങ്കിൽ 2 മാസം കഴിഞ്ഞ് ജനുവരിയിൽ വിവാഹിതരായനെ. ആ ലത ചലനമറ്റ തൻ്റെ ഇഷ്ടപ്രാണേശ്വരനെ കാണാൻ വന്ന രംഗമാണ് ജയൻ്റെ മരണത്തിൽ ജോഷി സാറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് അദ്ദേഹം സ്വകാര്യമായി പറയാറുണ്ട്. ടൈഗർ സലീം നിർമ്മിച്ചത് വർക്കലക്കാരനായ SR ഷാജിയാണ്. SL പുരം സദാനന്ദനായിരുന്നു തിരക്കഥ എഴുതിയത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് ശ്യാമായിരുന്നു സംഗീതം. ശുഭയും കബീർ പൊന്നമ്മയും വിൻസെൻറ്റും സുധീറും ആലുമുടനും രവികുമാറും ബാലങ്കൻ നായരും അടക്കം ഒരു വലിയ താരനിര ആ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ പൊളിഞ്ഞുപോയി. 1987 ജനുവരി 23 ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞൊരു സിനിമ ജോഷി സാറിൻ്റെതായി റിലീസ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. 1987 ജനുവരി 23 ആ പടം റിലീസായി. ആ പടത്തിൻ്റെ ചിത്രീകരണത്തിനായി കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ, കല്ലു ഡെനീസായിരുന്നു അതിൻ്റെ തിരക്കഥ. ആ പടത്തിൻ്റെ ചിത്രീകരണത്തിനായി പോകുമ്പോൾ ജോഷി സാറിനെ യാത്ര അയച്ചത് സൂപ്പർ താരമായ മമ്മൂട്ടിയായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ എന്താ പറയുക, ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു സിനിമ
ഷൂട്ട് ചെയ്ത ശേഷമാണ് ജനുവരി ഓർമ്മയുടെ വർക്കിന് പോകുന്നത്. ഈ ന്യൂഡൽഹി ചിത്രീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് തുടർച്ചയായി മമ്മൂട്ടിയും ജോഷി സാറും തന്നെ സഹകരിച്ച 5ഓളം സിനിമകൾ ദയനീയമായി വീണുപോയി. ആ വീഴ്ചയിൽ നിന്ന് നിങ്ങൾ ജനുവരി ഓർമ്മയിലൂടെ ജോഷി നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് ആ പടം സൂപ്പർ ഹിറ്റാവും. കാരണം മോഹൻലാലിൻ്റെ തുടരെ വിജയ ചിത്രങ്ങൾ വരുന്നതുകൊണ്ട് ജനുവരി ഓർമ്മയും ഹിറ്റാവും. അതിലൂടെ നിങ്ങളുടെ കാര്യം സേഫായി. പക്ഷേ എൻ്റെ കാര്യം പരിങ്ങലിലാണ് എന്നുള്ള മാനസിക വൈധവ്യം ഉണ്ടായിരുന്ന, മാനസികമായി ഭയങ്കര വിഷമമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു മമ്മൂട്ടിക്ക് ഈ ജനുവരി ഓർമ്മയുടെ ചിത്രീകരണത്തിനായി ജോഷി സാർ പോകുന്ന സമയത്ത്. അതൊന്നുമില്ല, നമ്മുടെ ന്യൂഡൽഹിയിലൂടെ നീ വീണ്ടും നിനക്കൊരു റീബർത്ത് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് ആ യാത്ര അയക്കാൻ വന്ന സുഹൃത്തായ മമ്മൂട്ടിയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം കൊടൈക്കനാലിലേക്ക് പോയത്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 1987 ജനുവരി 23 ജനുവരി ഓർമ്മ റിലീസായി വലിയ വിജയമായി. കലു ഡെന്നീസിൻ്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി സുരേഷ് ഗോപിയും ജഗതിയും ഒക്കെ ഉള്ളൊരു നല്ല സിനിമയായിരുന്നു. ആ സിനിമ റിലീസായി കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ ജൂലൈ മാസം 24-ാം തീയതി 1987 തന്നെ ജൂലൈ മാസം 27-ാം തീയതി ന്യൂഡൽഹി റിലീസായി. അങ്ങനെ ന്യൂഡൽഹി റിലീസ് ചെയ്യുന്ന ദിവസം നായർ സാബിൻ്റെ ലൊക്കേഷനിലാണ്, കാശ്മീരിലാണ് മമ്മൂട്ടിയും ജോഷിയും എല്ലാം. മമ്മൂട്ടിയാണ് അതിൽ ഏറ്റവും വലിയ ടെൻഷൻ അനുഭവിക്കുന്നത്. കാരണം ജനുവരി ഓർമ്മ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് അഥവാ ഇനി ന്യൂഡൽഹി വീണു പോയാലും ജോഷി എന്ന് പറഞ്ഞ സംവിധായകന് ഒരു ദോഷവും വരാനില്ല. നേരെ മറിച്ച് ന്യൂഡൽഹിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അത് മമ്മൂട്ടിയുടെ സിനിമാ ലൈഫിൽ ഒരു കർട്ടൻ വീഴ്ത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ടെൻഷനിലിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് റിസൾട്ട് വരുന്നത് കാശ്മീരിൽ. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. തിയേറ്ററിൽ കണ്ടിറങ്ങുന്നവർ ആർത്തലച്ച് മമ്മൂട്ടിക്ക് ജയ് വിളിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി മമ്മൂക്കയുടെ മുഖത്ത് കണ്ണിങ്ങനെ കണ്ണീര് ഇങ്ങനെ നിറഞ്ഞു വന്നു എന്നാണ് പറയണത്. എല്ലാവരും മമ്മൂക്കയെ അഭിനന്ദിച്ചു. ജോഷി സാറ് ഈ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള രീതിയിലിരിക്കുക. കാരണം പുള്ളിയെ പരാജയവും വിജയവും ഒന്നും അധികം ബാധിക്കാത്ത ഒരാളാണ് ജോഷി സാർ. പരാജയമായാലും വിജയമായാലും എത്രയോ സിനിമകൾ, ഇണക്കിളി അടക്കം ചില സിനിമകൾ ദയനീയമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ജോഷി സാറിനെ അത് ബാധിക്കില്ല. 150 ദിവസം ഓടിയ സന്ദർഭമായാലും ജനുവരി ഓർമ്മയായാലും ന്യൂഡൽഹി ആയാലും നിറക്കൂട്ടായാലും അതും ജോഷി സാറിനെ അധികം ബാധിക്കാറില്ല. അങ്ങനെ ആ സിനിമ ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമയിലൂടെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു വലിയ നടന് ഒരു റീബർത്ത് കൊടുക്കാൻ കഴിഞ്ഞ സംവിധായകനാണ് ജോഷി സാർ. പിന്നെ ഞാൻ ചരിത്രം പറയണ്ടല്ലോ. അതിനുശേഷം ഒരിക്കലും മമ്മൂക്കയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ 2ാം ജന്മത്തിലൂടെ ന്യൂഡൽഹിയിലൂടെ കൃഷ്ണമൂർത്തിയിലൂടെ അദ്ദേഹം പിന്നെ ഒരു ജൈത്ര യാത്രയായിരുന്നു. ഇപ്പോൾ ഇതാ 70-ാം വയസ്സിലും അദ്ദേഹം അത് തുടരുന്നു. സിനിമകളുടെ എണ്ണം എടുക്കരുത്, നമ്മൾ എണ്ണം എടുക്കുമ്പോഴാണ് പ്രശ്നമെന്നാണ് ജോഷി സാർ പറയാറ്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സിനിമകളുടെ എണ്ണത്തെക്കുറിച്ചോ സിനിമയുടെ വിജയത്തെക്കുറിച്ചോ സിനിമയുടെ പരാജയത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. അതുപോലെ ആളുകളെ പഠിക്കാൻ ജോഷി സാറിനെ പോലെ വിദഗ്ധമായ കാഴ്ചപ്പാടുള്ള ആളുകൾ ചുരുക്കമാണ്. ഇപ്പം തന്നെ അദ്ദേഹം പൊറിഞ്ചുമറിയും ജോസ് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. തിലകൻ മലയാള സിനിമയ്ക്ക് എന്തായിരുന്നു ആ സംഭാവന കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ ചെമ്പൻ വിനോദ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രയും പ്രതിഭ ചെമ്പനുണ്ട് എന്നാണ് ആ പൊറിഞ്ചുമറിയും ജോസ് ഷൂട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. ജനുവരി ഓർമ്മയിൽ ഓതറൈസ്ഡ് ഗൈഡായിരുന്നു മോഹൻലാൽ. ജഗദീഷ് ശിവകുമാറും ഓതറൈസ്ഡ് ഗൈഡായിരുന്നു. രാജു എന്നും നിമ്മി എന്നും ജോസഫ് എന്നുമായിരുന്നു ഇവരുടെ 2 പേര്. കാർത്തിക് അഭിനയിച്ച ക്യാരക്ടറിൻ്റെ പേര് നിമ്മി എന്നായിരുന്നു. പിന്നാലെ വന്ന ഒരു 4 വർഷം കഴിഞ്ഞ് വന്ന കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അൺഓതറൈസ്ഡ് ഗൈഡായിരുന്നു മോഹൻലാൽ. അപ്പോൾ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കഥാപാത്രം ആദ്യമായി തിരശ്ശീലയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ജനുവരി ഓർമ്മയിലാണ്. അത് ആ ക്യാരക്ടറിൻ്റെ വിജയമായിരിക്കാം. കിലുക്കത്തിൽ അൺഓതറൈസ്ഡ് ഗൈഡായിട്ട് ജോജി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് മോഹൻലാലും നിശ്ചൽ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറായി ഇയാൾ നമ്മുടെ ജഗദീഷ് ശിവകുമാറും വന്നാണല്ലോ കിലുക്കം ഉണ്ടായത്. അപ്പോൾ ജനുവരി ഓർമ്മ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാണെങ്കിലും ജനുവരി ഓർമ്മയും വലിയ ഹിറ്റായി, കിലുക്കം അതിനേക്കാൾ വലിയ ഹിറ്റായി മാറി. അങ്ങനെ 2 സിനിമകൾ ഗൈഡുകളുടെ കഥ പറയും, 2ലും മോഹൻലാൽ നായകനാവുകയും ചെയ്തതാണ്. സന്ദർഭം ജനുവരി ഓർമ്മ ന്യൂഡൽഹി തുടങ്ങി 150 ദിവസം ഓടിയ ജോഷി സാറിൻ്റെ എന്താ പറയുക ക്രെഡിറ്റിൽ പറയാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിനിടയിലാണ് 1000 കണ്ണുകൾ, വീണ്ടും ന്യായവിധി, സായം സന്ധ്യ തുടങ്ങിയ വിചാരിക്കാത്ത വിജയത്തിലേക്ക് എത്താതെ പോയ മമ്മൂട്ടിയും ജോഷി സാറും ചെയ്ത വിജയത്തിലെത്താതെ പോയ സിനിമകളായിരുന്നു അവ.
15 സിനിമകൾക്ക് കല്ലു ഡെന്നീസും ജോഷിയും ഒന്നിച്ചിട്ടുണ്ട്. അവരാദ്യമായി ഒന്നിക്കുന്ന സിനിമ ആ രാത്രിയാണ്. അന്ന് ആ രാത്രി എനിക്ക് തോന്നുന്നു 1987 1 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജൂബിലി ജോയി എന്ന് പറയുന്ന ജോയി തോമസ്, അദ്ദേഹം ഡെന്നി ഫിലിംസിലോ അങ്ങനെ ഏതൊക്കെയോ വിതരണ കമ്പനികളുടെ ജോലിക്കാരനായിരുന്നു, റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്വന്തമായി വിതരണം തുടങ്ങി തമിഴ് ഭാഷയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സിനിമകളൊക്കെ എടുത്ത് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ജോയി തോമസ് ആദ്യമായി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ജോഷി സാറിനെ ഏൽപ്പിച്ചു. അതിൻ്റെ തിരക്കഥ എഴുതിയത് കല്ലു ഡെന്നീസ് ആയിരുന്നു. ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അന്നത്തെ കാലത്ത് 1 കോടി രൂപ പ്രോഫിറ്റ് കിട്ടിയ, ഗ്രോസ് കളക്ഷൻ കിട്ടിയ സിനിമയായിരുന്നു ഈ പറഞ്ഞ ആ രാത്രി. അതുപോലെ സന്ദർഭം മുഹൂർത്തം 11:30 കഥ ഇതുവരെ ക്ഷമിച്ചു എന്നൊരു വാക്ക്, കോടതി ഒന്നിങ്ങി വന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു സൂട്ട് കേസും ബേബി ശാലിനിയും മമ്മൂട്ടിയും ഉണ്ടെങ്കിൽ, കല്ലു ഡെന്നീസിൻ്റെ പേനയും ഉണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ ഞാൻ ഉണ്ടാക്കാമെന്ന് തെളിയിച്ച ആളായിരുന്നു ജോഷി സാർ. ഈ പറഞ്ഞ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. കല്ലു ഡെന്നീസ് ആയിരുന്നു ഇതെല്ലാം എഴുതിയത്. എന്താണെന്നറിയില്ല, ജനുവരി ഓർമ്മ എന്നുള്ള സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടായ ശേഷം 87 ശേഷം കല്ലു ഡെന്നീസിൻ്റെ തിരക്കഥയിൽ ജോഷി സാർ ഒരു സിനിമയും ചെയ്തിട്ടില്ല. ഇപ്പോൾ 34 വർഷമായി ജനുവരി ഓർമ്മ ഇറങ്ങിയിട്ട്. അതിനുശേഷം ജോഷി സാറിൻ്റെ ഒരു സിനിമയ്ക്കും കല്ലു ഡെന്നീസ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. പക്ഷേ സിനിമയിൽ കല്ലു ഡെന്നീസും ജോഷിയുമായിട്ടുള്ള മാനസിക പൊരുത്തം എന്ന് പറയുന്നത് ഒരു ദിവസം 1-2 ദിവസമെങ്കിലും അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കും. നല്ല സുഹൃത്തുക്കളാണിപ്പോൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച മമ്മൂക്കയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങളോട് പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞു. കല്ലു ഡെന്നീസിൻ്റെ മകൻ ഒരു തിരക്കഥ എഴുതി, അത് വായിക്കാനായി കൊണ്ടുവന്ന് ജോഷി സാറിനെ ഏൽപ്പിച്ചപ്പോൾ നീ വായിക്കുന്നവന് വായിച്ച് കേട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ആ സബ്ജക്റ്റ് സിനിമയാക്കിയാൽ ഓടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയെ വിളിച്ച് ആ സബ്ജക്റ്റ് ഒന്ന് കേൾക്ക്, നമ്മുടെ ഡെന്നീസിൻ്റെ മോൻ എഴുതിയതാണ്, മനോഹരമായ സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് മമ്മൂട്ടി വായിക്കുകയും അതിൻ്റെ തിരക്കഥ എഴുത്ത് മാത്രമല്ല സംവിധാനവും നീ ചെയ്തോ എന്ന് പറഞ്ഞ് കല്ലു ഡെന്നീസിൻ്റെ മകന് ഒരു ഓഫർ തന്നെ മമ്മൂട്ടി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹൃദയബന്ധമുള്ള 15 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ 15-ൽ 10 സിനിമയെങ്കിലും സൂപ്പർ ഹിറ്റാക്കിയ ടീമായിരുന്നു മമ്മൂട്ടി, ജോഷി, കല്ലു ഡെന്നീസ്. പക്ഷേ ജനുവരി ഓർമ്മ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അവരൊരു സിനിമയിലും ഒന്നിച്ചിട്ടില്ല. അതിനുശേഷം വന്ന ആളാണ് ഡെന്നീസ് ജോസഫ്. ഡെന്നീസ് ജോസഫ് ജോഷി സാറിന് വേണ്ടി 14 സിനിമകൾ എഴുതി. അങ്ങനെ ആദ്യത്തെ സിനിമ നിറക്കൂട്ട്, പറയണ്ടല്ലോ, സൂപ്പർ ഹിറ്റ്. അടുത്തത് ന്യൂഡൽഹി, പറയണ്ടല്ലോ, സൂപ്പർ ഹിറ്റ്. അങ്ങനെ കല്ലു ഡെന്നീസ് കഴിഞ്ഞ് വന്ന അടുത്ത ഡെന്നീസ് എന്ന് പറഞ്ഞാൽ ഡെന്നീസ് ജോസഫ് ആയിരുന്നു. അങ്ങനെ കല്ലു ഡെന്നീസും ഡെന്നീസ് ജോസഫും കൂടി 29 സിനിമകൾക്കാണ് ഈ രണ്ട് തിരക്കഥാകൃത്തുകൾ ജോഷി സാറിന് വേണ്ടി തിരക്കഥ എഴുതിയത്. ഒരു പക്ഷേ ഈ 2 തിരക്കഥാകൃത്തുക്കളെ വെച്ചാണ് ജൂബിലി എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി കോടികൾ ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇവർ 2 പേരെഴുതിയ പ്രധാനപ്പെട്ട ഓഡിയോ സിനിമകളൊക്കെ നിർമ്മിച്ചത് ജൂബിലി ആയിരുന്നു. നിറക്കൂട്ടൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച്, സിറ്റി പോലീസാണെന്ന് തോന്നുന്നു, ആ സെറ്റിൽ വെച്ച് തുടക്കക്കാരനായ സംവിധായകൻ വേണു ബി നായരോട് ഇന്നലെ എടുത്ത ഒരു സീൻ വീണ്ടും റീടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഇഷ്യൂവിൽ അത് റീടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപി പറയും. ആ വിവരം വിളിച്ച് വേണു ബി നായർ കല്ലു ഡെന്നീസിനോട് പറയും, തിരക്കഥാകൃത്തായ കല്ലു ഡെന്നീസിൻ്റെ ലൊക്കേഷനിൽ വന്ന് നീ എന്താ ആ സീൻ റീഷൂട്ട് ചെയ്യണമെന്ന് സംവിധാനം പറഞ്ഞാൽ ചെയ്യാത്ത, നീ ജോഷി പറഞ്ഞാൽ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ച് കല്ലു ഡെന്നീസ് തൻ്റെ സ്വന്തം ഭാഷയിൽ ഇത്തിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ സുരേഷ് ഗോപി ആ സീൻ റീടേക്ക് ചെയ്തു. പക്ഷേ അതിനിടയിൽ അവിടെ നിന്നുകൊണ്ട് എന്തോ ഒരു ശാപം പിടിച്ച ഒരു വാക്ക് പറഞ്ഞു, മോശം വാക്ക് പറഞ്ഞു. ഇത് നിർമ്മാതാവ് കേട്ടോണ്ടിരിക്കും. നിർമ്മാതാവ് വന്ന് പാലമറ്റം മജീദ് എന്ന് പറഞ്ഞ നിർമ്മാതാവ് കല്ലു ഡെന്നീസിനോട് പറയും. കല്ലു ഡെന്നീസ് സുരേഷ് ഗോപിയുമായിട്ട് നന്നായിട്ട് ശണ്ട കൂടി പിണങ്ങുകയും ചെയ്തു. അടുത്ത് കല്ലു ഡെന്നീസ് ചെയ്ത പണി ഡെന്നീസ് ജോസഫിനെയും പിന്നെ ജോഷിയെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ സിനിമാ താരങ്ങളുടെ ജാട അവസാനിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് നാളെ നിന്ന് പിഴയ്ക്കാൻ പറ്റാതെ വരും. ഇവരുടെ അപ്രമാദിത്വം നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരക്കഥാകൃത്തുക്കൾക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കണം, ഒരു സംഘടന ഉണ്ടാക്കണം. അപ്പോൾ ജോഷി സാറാണ് പറയുന്നത്, തിരക്കഥാകൃത്തുക്കൾക്ക് മാത്രമായ ഒരു സംഘടന ഉണ്ടാക്കരുത്, സംവിധായകർക്കും കൂടി ചേർത്ത്, സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും കൂടി ഒരു യൂണിയൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, ഒരു സംഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ ചർച്ച എറണാകുളം BTHലാണ് നടന്നത്. ആ ചർച്ചയാണ് മാക്ട എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അത് പിന്നെ ചർച്ച ചെയ്ത് അതിൻ്റെ ക്യാമറാമാനും കലാസംവിധായകനെയും ഒക്കെ അതിൽ അംഗങ്ങളാക്കുകയും പിന്നെ സിനിമയുടെ എല്ലാ ടെക്നീഷ്യന്മാരെയും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്ത് സംഘടന മാക്ട ഒരു വലുതായി മാറുകയും
പിന്നെ അതിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ അത് പിന്നെ ഒരു ട്രേഡ് യൂണിയനാക്കി മാറ്റുകയും ആ ട്രേഡ് യൂണിയൻ കൊള്ളരുതായ്മയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പം ഫിഫ്ക ആയതുമൊക്കെ ചരിത്രമാണല്ലോ. അപ്പം അങ്ങനെ മാറ്റ രൂപീകരിച്ചത് കല്ലൂർ ഡെന്നീസും ജോഷിയുമായിട്ടുള്ള സിനിമാ രംഗത്ത് നടക്കുന്ന താരങ്ങളുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാനായി ഉണ്ടാക്കിയ സംഘടനയായിരുന്നു മാറ്റ. ആ മാറ്റയ്ക്ക് പിന്നെ അമ്മയൊക്കെ അവരും ഉണ്ടാക്കിയത്. ആ മാറ്റയുടെ പ്രാരംഭ ചെലവിന് BTHൽ നടക്കുന്ന യോഗത്തിൻ്റെ പ്രാരംഭ ചെലവിന് 10,000 രൂപ എടുത്ത് ആദ്യമായിട്ട് കൊടുത്തത് ജോഷി സാറാണ്. 10,000 രൂപ പ്രാരംഭ ചെലവിന് ഇരുന്നോട്ടെന്നാണ്. അത്രയും നിറവുള്ള മനുഷ്യനാണ് ജോഷി സാർ. അങ്ങനെ സംഘടന ഉണ്ടാവുകയും ആ സംഘടനയിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഒരു മത്സരം വന്നു. ആ മത്സരത്തിൽ 3 പേര് മത്സരിക്കുക, 2 സീറ്റേ ഉള്ളൂ. അതിൽ ഒരു സീറ്റിൽ JC സാർ ജയിച്ചു. കാരണം മാറ്റയുടെ ആദ്യത്തെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് JC സാർ. അദ്ദേഹം ജയിച്ചു. 2ാമത്തെ പോസ്റ്റിൽ മരിച്ചുപോയ PG വിശ്വംഭരൻ ജയിച്ചു. ആ സംഘടന തുടങ്ങാൻ ബീജാഭാവം നടത്തിയ ജോഷി സാർ അവിടെ തോറ്റു, ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ തോറ്റു. ഞാൻ ഇന്ന് വരെ ജോഷി സാറിനോട് ചോദിച്ചിട്ടില്ല ആ തോൽവി താങ്കൾ എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചിട്ടില്ല. ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത പേരായിരുന്നു ജോഷി. അദ്ദേഹം തോറ്റു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം മാറ്റയുടെയും മാറ്റ ഫെഡറേഷൻ ഉണ്ടായപ്പോൾ അതിൻ്റെയും പിന്നെ ഫിഫ്കയുടെയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും എല്ലാം നിർലോഭമായ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യുന്ന മനുഷ്യനാണ് ജോഷി സാർ. പക്ഷേ സംഘടനയുടെ നേതൃതലത്തിൽ പിന്നെ ഒരിക്കലും ജോഷി സാർ മത്സരിച്ചിട്ടില്ല. മാറ്റ ഫെഡറേഷൻ തലപ്പത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് വരാമായിരുന്നു, ഫിഫ്കയുടെ തലപ്പത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് വരാമായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നെ ഒരിക്കലും ഒരു മത്സരത്തിലും അദ്ദേഹം പങ്കാളിയായില്ല. മലയാള സിനിമ സാങ്കേതിക രംഗത്തുള്ളവർ ചെയ്ത ഏറ്റവും വലിയ പാപം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ജോഷി സാറിനെ തോൽപ്പിച്ചതാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ജോഷി സാറിനെ തോൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് പോട്ടെ. അത് കഴിഞ്ഞ് ഇനി എനിക്ക് പറയാനുള്ളത് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് ജോഷി സാർ. ജോഷി സാറ് സാഗ പിക്ചേഴ്സിന് വേണ്ടി ചെയ്ത രക്തം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. 1981 ജഗം പിക്ചേഴ്സിൻ്റെ ബാനറിൽ സാഗ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു. അതിലാണ് മലയാളത്തിലെ ആദ്യത്തെ വെർട്ടിക്കൽ പോസ്റ്റർ വരുന്നത്. ഇങ്ങനെ നമ്മളെ പോസ്റ്ററെല്ലാം ഇങ്ങനെയല്ലേ 6 ഷീറ്റ്. ഇത് വെർട്ടിക്കൽ പോസ്റ്റർ അടിച്ച ആദ്യത്തെ സിനിമ രക്തമായിരുന്നു. അതൊരു ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രെയിൻ വരുന്ന ഒരു പടം വച്ചിട്ട് രക്തമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ രക്തത്തിൻ്റെ 2-3 തുള്ളിയുണ്ട്. ആ പോസ്റ്റർ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പത്മനാഭ തിയേറ്ററിൻ്റെ മുന്നിൽ പഠിക്കാൻ വന്നാൽ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ നോക്കിയിട്ട് നമുക്കൊരു ഭയങ്കര കൗതുകം തോന്നുന്നു, ഇതെന്താ വരാൻ പോകുന്നതെന്ന്. രക്തം, ജഗൻ പിക്ചേഴ്സ്, ജോഷി, ഇത്രയേ ഉള്ളതിന്. ആരും ആർട്ടിസ്റ്റിൻ്റെ തലയൊന്നുമില്ല. മധുസാർ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത പടമാണ്. ആ പടത്തിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം പറയാം. അതിലൊരു നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു പൊട്ട നീലാണ്ടൻ. ഒരു കൊലപാതകം നേരിൽ കാണുകയും സംസാരിക്കാൻ പറ്റുന്ന ഊമയായ പൊട്ട നീലാണ്ടൻ. ആ സമയത്ത് നെടുപടി വേണു സിനിമാ രംഗത്ത് വളർന്നു വരുന്ന സമയമായിരുന്നു. ആ വേഷം, പൊട്ട നീലാണ്ടൻ്റെ വേഷം നെടുപടി വേണുവിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നെടുപടി വേണുവിനെ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് KR ഷൺമുഖമോ സാഗ അപ്പച്ചനോ ആരോ ബന്ധപ്പെട്ടപ്പോൾ ജോഷിയെ പോലെ ഒരു ആക്ഷൻ സിനിമ എടുക്കുന്ന, ഇതിഹാസവും ആരംഭവും പോലുള്ള, മൂർഖനൊക്കെ പോലുള്ള ആക്ഷൻ സിനിമകൾ എടുക്കുന്ന സംവിധായകൻ്റെ സിനിമയിൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നെടുപടി അതിൽ നിന്ന് പിൻവാങ്ങിക്കളഞ്ഞു. അദ്ദേഹം ഫിലിം മാഗസിനിലെ പത്രപ്രവർത്തനമായിട്ടൊക്കെ വന്ന ആളായതുകൊണ്ടും തുടങ്ങിയതെല്ലാം ഈ മധ്യവർത്തി സിനിമകളായതുകൊണ്ടായിരിക്കാം ഈ ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ സിനിമയിൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറിക്കളഞ്ഞു. ആ വേഷം തൻ്റെ സുഹൃത്തായ കൊച്ചിൻ ഇന്നീഫയ്ക്ക് അദ്ദേഹം നൽകി. പൊട്ട നീലാണ്ടൻ എന്ന് പറഞ്ഞ രക്തത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും കൊച്ചിൻ ഇന്നീഫയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല വേഷം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പൊട്ട നീലാണ്ടനാണ്. മനോഹരമായി കൊച്ചിൻ ഇന്നീഫ ആ വേഷം ചെയ്തു. ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് ജോഷി സാറിൻ്റെ ഒരു കുടക്കീഴിലും ഇനിയും കഥ തുടരും ഉൾപ്പെടെയുള്ള സിനിമകളിൽ നെടുപടി വേണു പ്രധാന വേഷം ചെയ്തു എന്നുള്ളതാണ്. കാരണം സിനിമയിലെ സജീവ സാന്നിധ്യമായി നെടുപടി വേണുചേട്ടൻ മാറിയപ്പോൾ വേണുചേട്ടന് മനസ്സിലായി ജോഷിയെ പോലുള്ള സിനിമകളിലും ജനം കാണുന്ന സൂപ്പർ ഹിറ്റുകളാവുന്ന സിനിമകളിലും താൻ അഭിനയിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടമാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹം അങ്ങനെ ജോഷി സാറിൻ്റെ ഒരു കുടക്കീഴിൽ ഇനിയും കഥ തുടരും മുതലായ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കർത്തവ്യം എന്നൊരു ജോഷി സാറിൻ്റെ ഒരു പടമുണ്ട്. ആ കർത്തവ്യത്തിൽ ഒരു തയ്യൽക്കാരനായി ജഗദീഷ് ശിവകുമാർ അഭിനയിച്ചൊരു വേഷമുണ്ട്. ജഗദീഷ് ശിവകുമാറിന് കിട്ടിയ ഏറ്റവും നല്ല 10 വേഷങ്ങൾ എടുത്താൽ അതിലൊന്ന് ഈ കർത്തവ്യത്തിലെ തയ്യൽക്കാരനായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പറയാൻ ഒരുപാടുണ്ട്. എറണാകുളത്തെ മൈമൂൺ തിയേറ്ററിലെ ഓപ്പണിംഗ് സിനിമയായിരുന്നു രക്തം. ആദ്യമായിട്ട് മൈമൂൺ തുറന്നുടൻ ആദ്യത്തെ സിനിമ രക്തമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ രാത്രി എന്ന് പറഞ്ഞ സിനിമ 1984 1 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അക്കാലത്തെ ഒരു റെക്കോർഡാണ്.
അക്കാലത്ത് അങ്ങനെ 1 കോടി രൂപയൊന്നും ഗ്രോസ് കളക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയല്ല. എന്നാലും വലിയ കളക്ഷൻ ഉണ്ടായ പിന്നീട് ഒരുപാട് സിനിമകൾ ജോഷി സാറിൻ്റെതായ പണം വാരി പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 2020 അടക്കം വിചാരിച്ചതിൻ്റെ ഇരട്ടി വാരിയ, കോടികൾ വാരിയ എത്ര സിനിമകളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ അക്കാലത്ത് സിനിമാ രംഗത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, എറണാകുളം ബെൽറ്റ് എന്നുണ്ട്. മമ്മൂട്ടി, കല്ലു ഡെന്നിസ്, ജോഷി എന്ന് പറഞ്ഞാൽ എറണാകുളം ബെൽറ്റായി. ജോഷിയും മമ്മൂട്ടിയും കല്ലു ഡെന്നിസും കൂടി എഴുതി മമ്മൂട്ടി നായകനാവുന്ന സിനിമകളെല്ലാം വമ്പൻ വിജയങ്ങളാകുന്ന ഒരു കാലമായിരുന്നു. അതിനനുസരിച്ച് തിരുവനന്തപുരം ബെൽറ്റ് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നെങ്കിലും അത് എങ്ങും എത്തിയില്ല. എറണാകുളം ബെൽറ്റ് അത്രയും ശക്തമായി. സിനിമയിൽ എന്താ പറയുക, സൂപ്പർ ഹിറ്റുകളുടെ ഒരു ടീമായി മാറി ജോഷി, കല്ലു ഡെന്നിസ്, മമ്മൂട്ടി. ഈ ജോഷി സാറിനെ കുറിച്ചുള്ള കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ പോലെ തന്നെ ഇനിയും കഥ തുടരും. നന്ദി, നമസ്കാരം.